എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ സ്വർണ്ണവില പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ മാറ്റമില്ല, എന്താണെന്നറിയില്ല. US ഡോളർ ഗോൾഡിനെ അപേക്ഷിച്ചിട്ട് നല്ല കയറ്റം കയറിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, അന്ന് കേരള മാർക്കറ്റിൽ വില മാറ്റം വന്നിട്ടില്ല. എന്താ റീസൺ എന്നുള്ളത് അറിയില്ല. ഇനി നാളേക്ക് മറ്റന്നാളേക്കൊക്കെ കൂടെയായിരിക്കും. വേൾഡ് മാർക്കറ്റിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. US ഡോളർ നന്നായിട്ട് കയറിയിട്ടുണ്ട്. 4230 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരള മാർക്കറ്റിൽ വില മാറ്റം വന്നിട്ടില്ല. ഇന്നലെ ഉച്ചക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സ്വർണ്ണവില നോക്കിയാലോ. അപ്പോൾ ഇന്ന് 16/10/2025, അതായത് ഒക്ടോബർ 16 വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. 22 ക്യാരറ്റ് 916 ഗോൾഡ് 1 ഗ്രാമിന് 11,865 രൂപയും 1 പവൻ്റെ വില 94,920 രൂപയും തന്നെ ആവുന്നു. അതായത് ഇന്നലെ വൈകിട്ടുള്ള വില തന്നെയാണ്, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. കേരളത്തിലെ എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് 22 ക്യാരറ്റ് 916 ഗോൾഡിന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് റേറ്റ് പറയാത്തത്. അതുപോലെ തന്നെ 18 ക്യാരറ്റ് ഗോൾഡിനും ഇന്നലെ കൂടിയ പോലെ തന്നെ KGSMA എന്ന് പറഞ്ഞ റേറ്റ് ഇന്നലെ വൈകിട്ട് കൂട്ടിയ ആ റേറ്റ് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. ഇന്നലെ 9,760 ആയിരുന്നു വൈകിട്ടുള്ള റേറ്റ്. ഉച്ചയ്ക്ക് ശേഷം കൂടിയത് ആ റേറ്റ് തന്നെയാണ് ഇന്നും 1 ഗ്രാമിന് വന്നിരിക്കുന്നത്. 1 പവന് 78,080 രൂപയാണ് KGSMA എന്ന അസോസിയേഷൻ്റെ 18 ക്യാരറ്റ് ഗോൾഡിൻ്റെ റേറ്റ്. അത് സെയിം തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 18 ക്യാരറ്റിന് AKGSMA ഇന്നലെ വൈകിട്ട് കൂട്ടിയ ഗ്രാമിന് 9,810, 1 പവന് 78,480 AKGSMA പവൻ്റെ നിലവിലെ റേറ്റ്. ഇന്നലെ ഉച്ചയ്ക്ക് കൂട്ടിയതിന് ശേഷം പിന്നെ കൂട്ടിയിട്ടില്ല, ഇന്ന് മാറ്റമൊന്നുമില്ല. 9,810 ഗ്രാമിനും പവൻ്റെ മേലെ 78,480 18 ക്യാരറ്റിന്. അതുപോലെ തന്നെ 14 ക്യാരറ്റ് ഗോൾഡിന് ഇന്നലെ കൂട്ടിയ റേറ്റ് തന്നെയാണ്. ഗ്രാമിന് 7,590 രൂപയും 1 പവന് 60,720 രൂപയും തന്നെയാണ്. മാറ്റമില്ലാതെ തന്നെ ഇന്ന് വ്യാഴാഴ്ച തുടരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗോൾഡ് റേറ്റ് എന്തായാലും ഇതിലൊന്നും നിൽക്കില്ല. ഗോൾഡ് റേറ്റ് മേലോട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, US ഡോളറിനെ വെച്ച് നോക്കുമ്പോൾ കേരള മാർക്കറ്റിൽ എന്താണെന്ന് വില വ്യത്യാസം വരാത്തതെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് 95ഒക്കെ കടന്നു പോകേണ്ടിയായിരുന്നു, 96ൻ്റെ അടുത്ത് എത്തേണ്ടിയായിരുന്നു. വേൾഡ് മാർക്കറ്റിനെ ബേസ് ചെയ്ത് ഡോളറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എന്താ റീസൺ എന്നറിയില്ല. 2 ദിവസം കൊണ്ട് തന്നെ അത് വീണ്ടും കുതിച്ച് കയറും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് റേറ്റ് മാറ്റം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇന്ന് വ്യാഴാഴ്ച പൊതുവെ കേരള മാർക്കറ്റ് കുറച്ച് സ്ലോ ആണെന്നാണ് കേട്ടത്. അപ്പോൾ മാറ്റം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം, അല്ലെങ്കിൽ നാളെ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ.